ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴം റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ളൊക്കെ തട്ടുകടകളിലൊക്കെ ഇത് എന്തായാലും ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 ഏത്തൻ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് ഈ പഴത്തിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കത്തി കൊണ്ട് ആ എൻഡ് കട്ടാവാതെ ഇതിൻ്റെ ആ സെൻറ്ററിലായിട്ട് ഒന്ന് ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ 2 എൻഡും കട്ടാവാതെ വേണം നമ്മൾ ഇതേപോലെ ഒന്ന് ആ സെൻറ്ററിലോട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാൻ. 3 പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ഏലക്കയാണ്. അതും കൂടി ഒന്ന് ചതച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഈ പഞ്ചസാരയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ പഴത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, ഈ പഴത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പഴം പൊട്ടിപ്പോകാതെ തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് ഈ തേങ്ങയുടെ മിക്സെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം എന്താ ഫില്ല് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 3 ഏത്തൻപഴം എടുത്തതുകൊണ്ടാണ് ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴത്തിൻ്റെ അളവ് നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മൈദയുടെ അളവും കൂട്ടിയെടുത്താൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു 2 പിഞ്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്, യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ബാറ്ററിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പഴം ഈ മാവിൻ്റെ ബാറ്ററിലോട്ടൊന്ന് മുക്കിയിട്ട് നമുക്ക് ഈ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നമ്മുടെ പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പക്ഷേ സിമ്പിളാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് നമുക്കിത് തയ്യാറാക്കി വെച്ചാൽ എന്തായാലും കുട്ടീസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്